ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഒരു കിഡിലൻ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ അലുമിനിയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളെ കമൻസ് ഒക്കെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാനിവിടെ തൈര് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ പുളി ഇല്ലാത്ത തൈരാണ് ഇത്. അതുകൊണ്ട് നമ്മളിവിടെ 5 സ്പൂണ് തൈര് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുളിയുള്ള തൈരാണ്. അതിൽ നാട്ടിലൊക്കെ നമുക്ക് പുളിയുള്ള തൈരാണ് കൂടുതൽ കിട്ടുക. അപ്പോൾ നമുക്ക് 3 സ്പൂണൊക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. പിന്നെ ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളകിൻ്റെ ഫ്ലേവർ കൂടിയെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അപ്പം നിങ്ങൾക്ക് എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും ഇടാം കേട്ടോ. ഞാനിവിടെ ഇത്രയും പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ എരിവ് നോക്കിയിട്ട് വേണം കേട്ടോ പച്ചമുളക് ആഡ് ചെയ്യാനൊക്കെ. പിന്നെ നമുക്ക് ആവശ്യമുള്ളതാണ് പുതിന കുറച്ച് ആഡ് ചെയ്താൽ മതി. നമുക്ക് ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരളവ് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് കൂടുതൽ ഇഷ്ടമുണ്ട് എന്നുള്ളവർ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. വേണ്ടാത്തവർ കുറച്ച് ആഡ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അത്യാവശ്യം മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഞാൻ ഇത്രയും മല്ലിച്ചപ്പ് ഇവിടെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ തൈര് ആഡ് ചെയ്യുന്നത് 3 സ്പൂണ് പുളിയില്ലാത്ത തൈര് ആണ് ഉണ്ടെങ്കിൽ 5 സ്പൂണുമാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ അടുത്ത പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ ഇഞ്ചി ചതച്ചത് എക്സ്ട്രാ നമ്മൾ ചതച്ചിട്ടുണ്ട് ഉണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇഞ്ചി ഇതേപോലെ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ തൈര് ഒരു 5 സ്പൂണോളം തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പം ഞാനിവിടെ വെളുത്തുള്ളി ആഡ് ചെയ്യാനായിട്ട് മറന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനൊന്ന് വെളുത്തുള്ളി ഇതേപോലെ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇതൊന്ന് അടിച്ചെടുക്കുക. അപ്പം നിങ്ങൾ ആ മുന്നേ തന്നെ ആ വെളുത്തുള്ളി ആഡ് ചെയ്യുമെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2 സ്പൂണ് തികച്ചെടുക്കണില്ല, എന്നാലും 2 സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് എരിവ് എത്ര വേണം എന്നനുസരിച്ച് ഇതിൻ്റെ ഒക്കെ ക്വാണ്ടിറ്റി നിങ്ങൾ തീരുമാനിക്കണം. പിന്നെ അതുപോലെ തന്നെ മല്ലിപ്പൊടി, ഒരു കയ്യിൽ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ഒരു കുറച്ചെണ്ണം എടുക്കുന്നത്, ഒരു 1/4 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് ഞാൻ അത്യാവശ്യം ഇടുന്നുണ്ട്, കാരണം ഒന്നുകൂടി നല്ല ആ എരിവുണ്ടെങ്കിൽ ടേസ്റ്റാണ്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ആ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളമില്ലാത്ത തരത്തിൽ ഒന്ന് എടുക്കുക കേട്ടോ. ചിക്കൻ കഴുകിയിട്ട് ഒന്ന് ജസ്റ്റ് ഒപ്പാൻ പറ്റിയെങ്കിൽ ടിഷ്യൂ വെച്ചിട്ടൊക്കെ ഒന്ന് ഇതാക്കുക. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതൊക്കെ ഈ ചിക്കൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. ഇനി ഇത് നമുക്കൊരു 3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇത് നമുക്ക് രാത്രി ഇതേപോലെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പിറ്റേന്നൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ട് മസാല അപ്പോൾ ആ ചിക്കനിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇനി ടൈം ഇല്ലാത്തവർ ഇതേപോലെ നമ്മളെന്ത് ചെയ്യുക, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇവിടെ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ഇനി നമ്മൾ ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ബാക്കി വരുന്ന ആ ഒരു മസാല ഒക്കെ ഇതേപോലെ തുടച്ച് ക്ലീനാക്കി ആ ചിക്കൻ്റെ മുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ വെച്ചിട്ടുള്ള ഈ ഫോയിൽ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കണം. ഇന്ന് ഞാനും ഹസ്ബൻഡും കൂടിയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കാരണം ആൾ ഉണ്ടാക്കുമ്പോഴാണ് ഇത് നല്ല ടേസ്റ്റിൽ കിട്ടൽ. അപ്പം ഞാൻ ആളെ കൊണ്ടാണ് ഇന്ന് ഉണ്ടാക്കിപ്പിക്കുന്നത്. ഇനി ഇത് നമ്മൾ കുക്കറിലേക്ക് ഇറക്കിയൊക്കെയാണ് ചെയ്യുന്നത്. കാരണം ഇത് അടി പിടിക്കുകയൊന്നും ചെയ്യില്ല. കാരണം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇടുക. പിന്നെ പോരാത്തതിന് ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് ആ വെള്ളം ഇറങ്ങും. നല്ല ടേസ്റ്റാണ് ആ വെള്ളം തന്നെ കുടിക്കാൻ തന്നെ കേട്ടോ. നമ്മൾ വിസിലിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ അടുപ്പത്ത് വെക്കുമ്പോൾ വിസിലിട്ടിട്ടുള്ള വീഡിയോ എടുക്കാൻ മറന്ന്.
അത് വിട്ടുപോയതാണ്. വിസിലിടണം. ഒരു ലോ ഫ്ലെയിമിൽ നമ്മൾ ഒരു 1.25 മണിക്കൂറോളം വെച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു സ്മെല്ല് നമുക്ക് ഇതിൽ നിന്ന് വരും. വിസിലടിക്കുമ്പോഴൊക്കെ നല്ലൊരു സ്മെല്ലാണ് കിട്ടുക. അപ്പം ഞാനിവിടെ 1.25 മണിക്കൂർ വെച്ച ശേഷമാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ കിടിലൻ ആയിട്ടാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ എന്തായാലും അറിയിക്കണം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. താഴെയുള്ള ആ ബെല്ലൈക്കൺ ബട്ടൺ കൂടി അമർത്തിയെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ചിക്കൻ്റെ കൂടെ ഞാൻ മന്തിയുടെ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പമാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. നമുക്കിത് പൊറോട്ട ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ.